ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറ്റിൽ ഷെഫ് ആൻഡ് സീൻ. ആൻഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പലണ്ടി മിഠായിയാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് കപ്പലണ്ടി, നെയ്യ്, പഞ്ചസാര. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് തീ കത്തിക്കുക. തീ കുറച്ചിടാൻ മറക്കരുത്. നമുക്ക് അതിലേക്ക് നമ്മളുടെ കപ്പലണ്ടി എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കുക. നമുക്ക് ഈ ഒരു സ്ഥലം എത്തുമ്പോൾ നമ്മൾ തീ ചെറുതായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. നമ്മളിതൊന്ന് വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പാത്രത്തിൽ നമ്മുടെ കപ്പലണ്ടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കപ്പലണ്ടി ഇത്തിരി ചൂട് പോകാനായിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ചൂട് പോകുമ്പോൾ നിങ്ങളിങ്ങനെ തൊലി മാറ്റി ഒരു സ്ഥലത്തേക്ക് വയ്ക്കുക. രണ്ട് ഇതേപോലെ തൊലി അവിടെയും തൊലി കാണാൻ പാടില്ല. എന്നിട്ട് നമ്മൾക്ക് ഇതൊന്നൊരു മിക്സിയിലേക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ദാണ്ട് ഇതേപോലെ കിട്ടും. നമ്മൾ വീണ്ടും ഒരു പിന്നെ നമ്മൾ ആ കപ്പലണ്ടി വേവിച്ച പാത്രം ഒന്നുകൂടെ എടുത്തിട്ട് നമ്മൾ 1 കപ്പ് പഞ്ചസാര അതിലേക്ക് ഇടുക. എന്നിട്ട് അതൊന്ന് നമുക്ക് ചെറുതായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. നിങ്ങളിതൊരു ബ്ലാക്ക് കളറാവുന്ന വരെ ഒന്ന് മെൽറ്റ് ചെയ്യിക്കണം. ഇവിടെ ഇപ്പോൾ അത്യാവശ്യത്തിന് കറുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി നമ്മൾ പൊടിച്ച് വെച്ച കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം എന്താണ്, നമുക്ക് ഇതേപോലെ ഒരു മിക്സ്ചർ കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇതേപോലെ നെയ്യ് തേച്ച് വെക്കണം. അതാകുമ്പോൾ നമ്മൾ ഇത് ഇങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് അത് പാത്രമായിട്ട് ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച മിക്സ്ചർ ഈ നെയ്യുള്ള പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് ഒരു ഷേപ്പ് കൊടുക്കാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ഷേപ്പ് ഒരു സർക്കിളാണ്.
അതുകൊണ്ട് ഇതേപോലെ സൈഡ് തിന്നായിരിക്കണം. തിക്കായിരിക്കുമ്പോൾ നമുക്ക് കടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു കത്തി എടുത്തിത് ഇങ്ങനെ ചെറുതായിട്ട് വെട്ടിക്കൊടുക്കണം. നമ്മളിവിടെ സ്ക്വയർ ആയിട്ടാണ് വെട്ടിയിരിക്കുന്നത്. നിങ്ങൾ വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് കട്ടിയാവുന്നതിന് മുമ്പ് വെട്ടണം. കാരണം കട്ടിയായത് വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.